Hello dears, welcome to the class. Today we are going to discuss about our fifth unit, United We Stand. ഒന്നിച്ച് നിൽക്കാം. Okay, let's start our class. Members of the Nirav Kudumbashree unit are making soaps. Being a holiday, Manav also went there with his mother. നിറവ് കുടുംബശ്രീ യൂണിറ്റിൽ സോപ്പ് ഉണ്ടാക്കുകയാണ്. ഇന്ന് അവധിയായതിനാൽ മാനവ് അമ്മയോടൊപ്പം അവിടെ എത്തി. സി ദ സോപ്സ് ഈച്ച് ഹാവ് കൗണ്ടഡ്. ഓരോരുത്തരും എണ്ണിയ സോപ്പുകൾ നോക്കൂ. ശാന്ത എണ്ണിയ സോപ്പ് എത്രയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഗ്രൂപ്പ് ഓഫ് ടെൻസ്, ടെൻസിൻ്റെ പത്തുകളുടെ എത്ര ഗ്രൂപ്പുണ്ട്? വൺസ്, ഒന്നുകൾ എത്രയുണ്ട്? അപ്പോൾ ഒന്ന് കൗണ്ട് ചെയ്ത് നോക്കൂ. ടെൻസിൻ്റെ ഒരു കൂട്ടമാണ് കാണുന്നത്, കണ്ടില്ലേ? 1 2 3 4 5 6 7 8 9 10. അത് ഗ്രൂപ്പ് ഓഫ് ടെൻസ്, ടെൻസിൻ്റെ ഒരു കൂട്ടമാണ് ഉള്ളത് അല്ലേ? വൺസ് എത്രയാണ്? 1 2 3, മൂന്നെണ്ണമാണ് സെപ്പറേറ്റ് ആയിട്ട് ഇരിക്കുന്നത്. അപ്പോൾ 10 + 3 = 13. നെക്സ്റ്റ് ലത, ഗ്രൂപ്പ് ഓഫ് ടെൻസ്, വൺസ്. ലതയുടെ സോപ്പ് എത്രയാണുള്ളത്? ടെൻസ് എത്രയാണ്? 1 2 3 4. 4 ടെൻസ് ആണുള്ളത്. വൺസ് എത്രയാണ്? 1 2 3 4 5. സെപ്പറേറ്റ് ആയിട്ട് ഇരിക്കുന്നത് 5. ഗ്രൂപ്പാക്കി, ടെൻസിൻ്റെ ഗ്രൂപ്പ്സാക്കി വെച്ചിരിക്കുന്നത് 4. 4 ടെൻസ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 40. 40 + 5, 45. നെക്സ്റ്റ് നെജുമ, ഗ്രൂപ്പ് ഓഫ് ടെൻസ്, പത്തിൻ്റെ കൂട്ടങ്ങൾ എത്രയാണുള്ളത്? 1 2 3 4 5. 5 ടെൻസ് ആണ് ഉള്ളത്. 5 ടെൻസ് എന്ന് പറഞ്ഞാൽ 50. ഇനി വൺസ് ഉണ്ടോ? വൺസ് കാണുന്നില്ല അല്ലേ? 0 ആണ്. അപ്പോൾ ടോട്ടൽ 50 + 0. വൺസിൻ്റെ പ്ലേസിൽ 0 ഇട്ടു. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് 50 ആണ്. 0യുടെ കൂടെ എന്ത് ആഡ് ചെയ്താലും നമുക്ക് ആ ആൻസർ തന്നെയാണ് കിട്ടുന്നത്. നെക്സ്റ്റ് റോസിയാണ്, ഗ്രൂപ്പ് ഓഫ് ടെൻസ്. ടെൻസിൻ്റെ ഗ്രൂപ്പ് എന്ന് പറയുന്നത് 1 2 ഗ്രൂപ്പ്സ് ആണ് അല്ലേ? വൺസോ 1 2 3 4, 4 എണ്ണമാണ് വൺസ് ഉള്ളത്. അപ്പോൾ ടോട്ടൽ എന്ന് പറയുന്നത് 2 ടെൻസ് 20, വൺസ് 4, 20 + 4 = 24. നെക്സ്റ്റ് നിഷയാണ്, ഗ്രൂപ്പ് ഓഫ് ടെൻസ്, പത്തുകളുടെ കൂട്ടം എന്ന് പറയുന്നത് 1 2 3. 3 ടെൻസ് ആണ് ഉള്ളത്, കണ്ടില്ലേ? വൺസ് എത്രയാണ്? 1 2, 2 വൺസും. അപ്പോൾ 3 ടെൻസ് എന്ന് പറഞ്ഞാൽ 30 + 2, 32. ഹൗ മെനി സോപ്സ് ഡിഡ് റോസി ആൻഡ് ശാന്ത കൗണ്ട് ടുഗദർ? എത്ര സോപ്പാണ് റോസിയും ശാന്തയും കൂടി എണ്ണിയത്? റോസി കൗണ്ടഡ്, റോസി എണ്ണിയത് 20 + 4. അവിടെ വരച്ച് കാണിച്ചിട്ടുണ്ട് അല്ലേ? ടെൻസിൻ്റെ കൂട്ടവും അതുപോലെ തന്നെ വൺസിൻ്റെയും കാണിച്ചിട്ടുണ്ട്. 20 + 4 24. ശാന്ത കൗണ്ടഡ്, ശാന്ത എത്രയാണ് എണ്ണിയത്? സോപ്പ് എത്രയാണ് എന്ന് വരച്ചിട്ടില്ല, പക്ഷെ നമ്പർ തന്നിട്ടുണ്ട്. എത്രയാണ്? 10 + 3 13. ടുഗദർ ദേ കൗണ്ടഡ്, രണ്ടുപേരും ഒരുമിച്ച് എണ്ണിയത് 30 + 7 37. അപ്പോൾ സോപ്പുകളുടെ നമ്പർ നമുക്കവിടെ വരച്ച് ചേർക്കണം. അതുപോലെ തന്നെ എങ്ങനെയാണ് 37 എന്ന് ആൻസർ കിട്ടിയത് എന്നും നോക്കാം. റോസി എണ്ണിയ 24ഉം അതുപോലെ തന്നെ ശാന്ത എണ്ണിയ 13ഉം നമുക്ക് ആഡ് ചെയ്യണം. അതിന് ഈസിയായി ആഡ് ചെയ്യാനായിട്ട് എന്ത് ചെയ്യാം? 24നെ നമുക്ക് ടെൻസും വൺസുമാക്കി മാറ്റാം. അപ്പോൾ 24ൽ എത്ര ടെൻസ് ഉണ്ട്? 2 ടെൻസ്. 2 tens means 20 plus 4 ones.
അതുപോലെ തന്നെ 13-ൽ 1 10 ആണ് ഉള്ളത് അല്ലേ? 10 + 3 13. അപ്പോൾ 24-നെ 20 + 4 എന്നും 13-നെ 10 + 3 എന്നും എഴുതി. എന്നിട്ട് ടെൻസ് മാത്രം ഒന്ന് അഡീഷൻ ചെയ്ത് നോക്കാം. 20 + 10 = 30. അതുപോലെ തന്നെ വൺസ് മാത്രം ആഡ് ചെയ്യുമ്പോൾ 4 ആൻഡ് 3 = 7 എന്ന് കിട്ടി. ഇനി 30 ആൻഡ് 7 = 37. കണ്ടില്ലേ? ഇതുപോലെയാണ് അഡീഷൻ ചെയ്ത് 37 എന്ന് ആൻസർ കിട്ടിയത്. ഹൗ മെനി സോപ്സ് ഡിഡ് ശാന്ത ആൻഡ് നെജുമ കൗണ്ട് ടുഗദർ? ഇനി ശാന്തയും നെജുമയും എങ്ങനെയാണ്, എത്ര സോപ്പാണ് എണ്ണിയത്? ശാന്ത 13 പ്ലസ് നെജുമ 50 അല്ലേ? അപ്പോൾ 13-നെയും അതുപോലെ തന്നെ 50-യെയും നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് ടെൻസും വൺസുമാക്കി മാറ്റാം ആദ്യം അഡീഷൻ ചെയ്യാനുള്ള സൗകര്യത്തിന്. അപ്പോൾ 13-നെ നമ്മൾ ടെൻസും വൺസും ആക്കുമ്പോൾ എത്രയാണ്? 10 + 3 13 എന്ന് കിട്ടും. ഇനി 50-ൽ 5 ടെൻസ് മാത്രമേ ഉള്ളൂ അല്ലേ? വൺസ് ഇല്ല. അപ്പോൾ എഴുതേണ്ടത് 10 + 50 + 3 = ഡാഷ്. എത്രയാണ് കിട്ടിയത്? 10 + 50 60. 60 + 3 63. ഹൗ മെനി സോപ്സ് ഡിഡ് ലത ആൻഡ് നിഷ കൗണ്ട് ടുഗദർ? ഇനി ചോദിച്ചിരിക്കുന്നത് ലതയും നിഷയും എണ്ണിയ സോപ്പുകൾ എത്രയാണ് എന്നാണ്. 45 + 32. അപ്പോൾ നമുക്ക് അഡീഷൻ ചെയ്യാനായിട്ട് എന്ത് ചെയ്യാം? 45-നെ ടെൻസും വൺസും ആക്കാം. അതുപോലെ തന്നെ 32-നെയും ടെൻസും വൺസും ആക്കാം. അപ്പോൾ 45 എന്ന് പറയുമ്പോൾ 40 + 5 45. 32 30 + 2 32. ഇനി എന്ത് ചെയ്യണം? ടെൻസുകളെ ആദ്യം നമുക്ക് അഡീഷൻ ചെയ്യാം. 40 + 30 എത്രയാണ് ആൻസർ കിട്ടുന്നത്? 70 എന്ന ആൻസർ കിട്ടും. 5 + 2 7 എന്ന് ആൻസർ കിട്ടും. 70 + 7 77. അപ്പോൾ ലതയും നിഷയും കൂടി കൗണ്ട് ചെയ്തത് 77 സോപ്സ് ആണ്. നമ്പർ ചെയിൻ 23 + 26. സി ദ നമ്പർ ചെയിൻ. കണ്ടോ? ഒരു നമ്പർ ചെയിനാണ് തന്നിരിക്കുന്നത്. 23-യും ഉണ്ട് 26-ഉം ഉണ്ട്. അതിൽ പേൾസ്. റൈറ്റ് ദ ആൻസർ. അപ്പോൾ എത്രയാണ് അതിലുള്ള പേൾസ് എന്ന് ടോട്ടൽ എഴുതണം. അപ്പോൾ എങ്ങനെ എഴുതും? 20 + 3 20 + 6 ടെൻസും വൺസും ആക്കി മാറ്റി നമുക്ക് അഡീഷൻ ചെയ്യാം അല്ലേ? എത്രയാണ് കിട്ടുന്നത്? 20 + 20 ടെൻസ് ആഡ് ചെയ്യുമ്പോൾ 40 എന്ന് കിട്ടും. ഇനി വൺസ് മാത്രം ആഡ് ചെയ്യുമ്പോഴോ? 3 + 6 9. അപ്പോൾ 40 + 9 = 49. 49 പേൾസാണ് അതിലുള്ളത്. അടുത്തത് നോക്കൂ. 14 + 25. ഡ്രോ ബീഡ്സ് ടു ഷോ ദിസ് ഇൻ എ നമ്പർ ചെയിൻ. 14-ഉം അതുപോലെ തന്നെ 25-ഉം ഉള്ള ബീഡ്സ് വരച്ച് ചേർത്ത് അത് അഡീഷൻ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. കണ്ടില്ലേ? 10 + 4 റെഡ് ആൻഡ് ബ്ലൂ കൊടുത്തിരിക്കുന്നു. 20 + 5 പിങ്കും അതുപോലെ തന്നെ യെല്ലോ കളറും കൊടുത്തിരിക്കുന്നു. അപ്പോൾ ടെൻസിന് ഒരു കളറും വൺസിന് മറ്റൊരു കളറുമാണ് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതൊന്ന് അഡീഷൻ ചെയ്ത് നോക്കാം. 14 + 25. 14-നെ നമ്മൾ ടെൻസും വൺസും ആക്കി 10 + 4. 25-നെ 20 + 5 അങ്ങനെയും സ്പ്ലിറ്റ് ചെയ്തു. ഇനി എന്ത് ചെയ്യണം? ടെൻസ് മാത്രം ഒന്ന് ആഡ് ചെയ്ത് നോക്കാം. 10 + 20 30. വൺസ് 4 + 5 എത്രയാണ്? 9 എന്ന് കിട്ടി അല്ലേ? ഇനി എല്ലാം കൂടി ഒന്ന് ആഡ് ചെയ്യാം. 30 + 9 39. 39 വേർഡ്സ് ആണ് അതിലുള്ളത്. ഹൗ മെനി ബീഡ്സ് ആർ ദർ ഇൻ ദ നമ്പർ ചെയിൻ? 39 ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞു അല്ലേ? വാട്ട് കുഡ് ബി ദ നമ്പർ ഓഫ് ബീഡ്സ് ഇൻ ദ ചെയിൻ? നമ്പേഴ്സ്.
എത്ര നമ്പേഴ്സ് ഉണ്ട്? ടെൻസിൻ്റെ 3 ഗ്രൂപ്പുകളാണുള്ളത്. കണ്ടില്ലേ? റെഡ്, ഗ്രീൻ, വീണ്ടും റെഡ് അല്ലേ? അപ്പോൾ 10, 20, 30. ഇനി എത്ര വൺസ് ആണുള്ളത്? 8 വൺസ് ആണ് ഉള്ളത്. ടോട്ടൽ 30 + 8, 38 ബീഡ്സ് ആണ് ആ ചെയിനിൽ ഉള്ളത്. സീ ദ നമ്പർ കാർഡ് മാനവ് ഗോട്ട്. മാനവിന് കിട്ടിയ നമ്പർ കാർഡ് നോക്കൂ. 32 + 13. ഹൗ മെനി ബീഡ്സ് ഡസ് ഹി നീഡ് ടു മേക്ക് ദ ചെയിൻ? അപ്പോൾ മാനവിന് ഒരു ചെയിൻ കോർക്കാൻ എത്ര ബീഡ്സ് വേണം? 32 + 13 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യാം? അഡീഷൻ ചെയ്യാനായിട്ട് 32 നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് ടെൻസും വൺസും ആക്കാം. 30 + 2 32, 10 + 3 13. അപ്പോൾ ടെൻസ് മാത്രം കൂട്ടുമ്പോൾ 30 + 10 40, വൺസ് മാത്രം കൂട്ടുമ്പോൾ 2 + 3 5, 40 + 5 45. ബിലോ ആർ ദ കാർഡ്സ് അതേഴ്സ് ഗോട്ട്. മറ്റുള്ളവർക്ക് കിട്ടിയ കാർഡുകൾ നോക്കൂ. 16 + 42, 35 + 14, 22 + 67. ഫൈൻഡ് ഹൗ മെനി ബീഡ്സ് ഈച്ച് നീഡ്സ്. അപ്പോൾ ഓരോരുത്തർക്കും എത്ര ബീഡ്സ് വേണമെന്ന് ഒന്ന് അഡീഷൻ ചെയ്ത് പറയണം. ആദ്യത്തേത് 16 + 42 ആണ്. ടെൻസും വൺസും ആക്കുമ്പോൾ 10 + 6 40 + 2. ടെൻസ് എടുത്ത് അഡീഷൻ ചെയ്താൽ 10 + 40 50. അതുപോലെ തന്നെ വൺസ് എടുക്കുമ്പോൾ 6 + 2 8. ഇനി 50 + 8 58 എന്ന് ആൻസർ കിട്ടും. അടുത്തത് നോക്കാം. 35 + 14, 30 + 5 എന്ന് നമ്മൾ ടെൻസും വൺസും ആക്കി. അതുപോലെ തന്നെ 10 + 4 14 സ്പ്ലിറ്റ് ചെയ്തു അല്ലേ? ഇനി ടെൻസ് മാത്രം അഡീഷൻ ചെയ്ത് നോക്കൂ. 30 + 10 40, 5 + 4 9, 40 + 9 = 49. നെക്സ്റ്റ് 22 + 67 ആണ്. 22-നെ 20 + 2 എന്ന് എഴുതി. അതുകൂടാതെ 67-നെ എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം? 60 ടെൻസ് അല്ലേ? 6 ടെൻസ്. അപ്പോൾ 60 + 7 വൺസ്. 20 + 60 80 എന്ന ആൻസർ കിട്ടി. 2 + 7 9. 80 + 9 = 89 എന്നാണ് ആൻസർ. ലുക്ക് അറ്റ് ഹൗ മാനവ് ആൻഡ് അവിന ഹാവ് സ്റ്റാക്ക്ഡ് ദ സോപ്പ് ബോക്സസ്. അവിനയും മാനവും സോപ്പുകൾ അടുക്കി വെച്ചത് നോക്കൂ. അപ്പോൾ എങ്ങനെയൊക്കെയാണ് അടുക്കി വെച്ചിരിക്കുന്നത്? അവിന ടെൻസിൻ്റെ 2 കൂട്ടങ്ങൾ അല്ലേ? 2 ടെൻസ് 20 + വൺസ് എത്രയാണുള്ളത്? 1 2 3 4 5 6 7. അപ്പോൾ 20 + 7 27 കിട്ടി. അതുപോലെ തന്നെ മാനവ് ടെൻസിൻ്റെ ഒരെണ്ണം അല്ലേ? വൺസ് എത്രയാണ്? 5. അപ്പോൾ 10 + 5 15. ഇനി ഇതിൻ്റെ ടോട്ടലാണ് ചോദിക്കുന്നത്. 27 + 15 = 42. ഹൗ മെനി സോപ്സ് ഡിഡ് ഈച്ച് സ്റ്റാക്ക്? അവരെങ്ങനെയാണ് അടുക്കി വെച്ചത്? നമുക്ക് എങ്ങനെയാണ് ആൻസർ കിട്ടുന്നത്? അവിന 2 ടെൻസ് 7 വൺസ് 27. മാനവ് 1 10 5 വൺസ് 15. അപ്പോൾ രണ്ടുപേരും ഒരാൾ 27-ഉം ഒരാൾ 15-ഉമാണ് എന്ന് പറഞ്ഞു അല്ലേ? ഹൗ മെനി സോപ്സ് ഡിഡ് ദേ സ്റ്റാക്ക് ടുഗദർ? ഒരുമിച്ച് എത്രയായിരിക്കും അടക്കിയിട്ടുണ്ടാവുക? 27 + 15. ടുഗദർ എന്ന് പറഞ്ഞാൽ അഡീഷൻ ചെയ്ത് നോക്കണം വേണ്ടേ? അപ്പോൾ 27 + 15 നമുക്ക് ടെൻസും വൺസും ഒന്ന് സെപ്പറേറ്റ് ചെയ്യാം. 20 + 7 = 27. 10 + 5 = 15. ഇനി ടെൻസ് മാത്രം ആഡ് ചെയ്ത് നോക്കൂ. 20 + 10 30, 7 + 5 12. ഇനി ആ കിട്ടിയ 30-യും അതുപോലെ തന്നെ 12-ഉം ഒന്ന് ആഡ് ചെയ്യാം. അതിന് മുൻപ് 12-നെ വേണമെങ്കിൽ ടെൻസും വൺസും ആക്കാം അല്ലേ? 10 + 2. അപ്പോൾ
30 plus 10 40, 40 plus 2 42. അപ്പോൾ രണ്ടുപേരും കൂടി അടുക്കി വെച്ചിരിക്കുന്ന സോപ്പുകൾ എന്ന് പറയുന്നത് 42 ആണ്. അപ്പോൾ അഡീഷൻ ചെയ്യാനുള്ള സൗകര്യത്തിനായി നിങ്ങൾക്കും ടെൻസും വൺസും ആക്കി മാറ്റാം. അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ അഡീഷൻ ചെയ്യാൻ കഴിയും. ആഡിങ് ടെൻസ്, പത്തുകൾ കൂട്ടിയാൽ. തന്നിരിക്കുന്ന സോപ്പുകൾ നോക്കൂ, 2 ടെൻസ് ആണ് അല്ലേ. 2 ടെൻസ് എന്ന് പറഞ്ഞാൽ 20 പ്ലസ് 1 10, ഒരു 10, ഒരു 10 എന്ന് പറഞ്ഞാൽ 10. 20 പ്ലസ് 10 ഈക്വൽ ടു 30. അത് നമുക്ക് അറിയാവുന്ന കാര്യമാണ് അല്ലേ. ആഡിങ് വൺസ്, ഇനി ഒന്നുകൾ കൂട്ടുമ്പോൾ 7 പ്ലസ് 5, 7 പ്ലസ് 5 ഈക്വൽ ടു 12 വൺസ്, 12 ഒന്നുകളാണ് കിട്ടിയിരിക്കുന്നത് ആദ്യത്തെ പിക്ചറിൽ. ഇനി ആ 12നെ എന്ത് ചെയ്തു, ടെൻസും വൺസും ആക്കി. അപ്പോൾ 10 പ്ലസ് 2 അല്ലേ, ഒരു 10ഉം 2 വൺസും ആക്കി. അപ്പോൾ ആദ്യത്തേതിൽ വൺസ് മാത്രമേ ഉള്ളൂ. 7 പ്ലസ് 5, 7 പ്ലസ് 5 ഈക്വൽ ടു 12 അല്ലേ. അതുപോലെ തന്നെ 10 പ്ലസ് 2 ഈക്വൽ ടു 12. രണ്ടും ആൻസർ സെയിം ആണ്. താഴെ 7 പ്ലസ് 3 പ്ലസ് 2 എന്ന് എഴുതിയിരിക്കുന്നത് നമുക്ക് അഡീഷൻ ചെയ്യാൻ എളുപ്പത്തിനാണ്. 5നെ സ്പ്ലിറ്റ് ചെയ്തിട്ടാണ് 3 പ്ലസ് 2 എന്നാക്കിയിരിക്കുന്നത്. അപ്പോൾ 7 പ്ലസ് 3 10, 10 പ്ലസ് 2 12. ടോട്ടൽ നമ്പർ ഓഫ് സോപ്സ് 3 10s പ്ലസ് 1 10 പ്ലസ് 2 1s. സോപ്പിൻ്റെ എണ്ണമാണ് തന്നിരിക്കുന്നത്. 3 10s പ്ലസ് 1 10 പ്ലസ് 2 1s. 3 10s എന്ന് പറഞ്ഞാൽ 30 പ്ലസ് 1 10 എന്ന് പറഞ്ഞാലോ 10 ആണ് അല്ലേ. 30 പ്ലസ് 10 40. അപ്പോൾ 4 10 പ്ലസ് 2 42. ഹൗ മെനി സോപ്സ്? ഫൈൻഡ് ദ ടോട്ടൽ നമ്പർ ഓഫ് സോപ്സ് ആൻഡ് റൈറ്റ് ദ നമ്പർ. ആദ്യത്തേത് എത്രയാണ്, എത്ര ടെൻസ് ആണുള്ളത്? 1 2 3, 3 ടെൻസ് ആണുള്ളത് അല്ലേ. വൺസോ 1 2 3 4 5 6, 6 വൺസും. അപ്പോൾ 30 പ്ലസ് 6 36. രണ്ടാമത്തെ പിക്ചറിൽ എത്രയാണ് ടെൻസ് ഉള്ളത്? 1 2 3 4, 4 ടെൻസ് ആണ്. 4 ടെൻസ് മീൻസ് 40. ഇനി വൺസ് എത്രയുണ്ട്? 1 2 3 4 5 6 7. അപ്പോൾ 40 പ്ലസ് 7 47. അപ്പോൾ നമുക്കതൊന്ന് ആഡ് ചെയ്ത് നോക്കിയാലോ, എങ്ങനെയാണ് ആൻസർ കിട്ടിയത് എന്ന്. 36 പ്ലസ് 47. 36നെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് രണ്ടാക്കി, ടെൻസും വൺസും ആക്കി. 30 പ്ലസ് 6. അതുപോലെ തന്നെ 47നെ 40 പ്ലസ് 7 എന്നും എഴുതി, കണ്ടില്ലേ. ഇനി എന്ത് ചെയ്യണം? ടെൻസുകൾ മാത്രം ഒന്ന് അഡീഷൻ ചെയ്ത് നോക്കാം. 30 പ്ലസ് 4 ഈക്വൽ ടു 70 അല്ലേ. അതുപോലെ തന്നെ വൺസുകൾ 6 പ്ലസ് 7, ആൻസർ വരുന്നത് 13 എന്നാണ്. ഇനി 13നെ നമുക്ക് 10 പ്ലസ് 3 എന്ന് എഴുതാം. അപ്പോൾ 70 പ്ലസ് 10 80, 80 പ്ലസ് 3 83 എന്ന് നമുക്ക് ആൻസർ കിട്ടും. അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ച് മനസ്സിലാക്കി വേണം ചെയ്യാനായിട്ട്. എന്നിട്ട് ഉത്തരം ശരിയാണോ എന്ന് നോക്കണം. പ്ലേയിങ് വിത്ത് ബ്ലോക്സ്. ഹരിത, അൻഷിത്, നിജ ആൻഡ് അജൽ are playing with blocks. See the number of blocks Harida and Anshid got. Let's play with blocks. അപ്പോൾ അവർ ബ്ലോക്സ് വെച്ച് കളിക്കുകയാണ്. ആരൊക്കെയാണ്? ഹരിത, അൻഷിദ്, നിജ, അജൽ, ഇവരാണ് കളിക്കുന്നത്. ഹൗ മെനി ബ്ലോക്സ് ഹാവ് ദേ ഗോട്ട് ഇൻ ഓൾ? എത്ര ബ്ലോക്സ് ആണ് അവർക്ക് കിട്ടിയത്? ഹരിതയ്ക്ക് എത്രയാണ്? അൻഷിദിന് എത്രയാണ്? ഹരിതയ്ക്ക് കിട്ടിയതാണ് ആദ്യം കൊടുത്തിരിക്കുന്നത്, അൻഷിദിൻ്റേതാണ് രണ്ടാമത്തേത്, കണ്ടില്ലേ. അപ്പോൾ അതൊന്ന് ആദ്യം കൗണ്ട് ചെയ്ത് നോക്കി വേണം അഡീഷൻ ചെയ്യാനായിട്ട്. അപ്പോൾ രണ്ടു പേർക്കും കിട്ടിയത് ആഡ് ചെയ്ത് നോക്കിയപ്പോൾ ഹരിതയ്ക്ക് 40, അതുപോലെ തന്നെ അൻഷിദിന് 26ഉമാണ് കിട്ടിയത്. അപ്പോൾ അഡീഷൻ ചെയ്യുമ്പോൾ 40 എന്ന് പറയുമ്പോൾ ടെൻസ് മാത്രമേ ഉള്ളൂ അല്ലേ. 26ലോ
20 പ്ലസ് 6 26. അപ്പോൾ 40 പ്ലസ് 20 60, 60 പ്ലസ് 6 66. ഹരിതയ്ക്കും അൻഷിദിനും കിട്ടിയത് 66 ബ്ലോക്സ് ആണ്. നിത ആൻഡ് അജൽ ടുഗദർ ഗോട്ട് 68 ബ്ലോക്സ്. നിതയ്ക്കും അജലിനും കൂടി കിട്ടിയത് 68 ബ്ലോക്സ് ആണ്. വിച്ച് ഗ്രൂപ്പ് വൺ ദ ഗെയിം? ആരാണ് ഈ ഗെയിമിൽ ജയിച്ചത്? നിത ആൻഡ് അജലാണ് അല്ലേ? കാരണം ഹരിതയ്ക്കും അതുപോലെ തന്നെ അൻഷിദിനും കിട്ടിയത് 66 ബ്ലോക്സ് ആണ്. ഹൗ മെനി ബ്ലോക്സ് മോർ ഡിഡ് ദേ ഗെറ്റ്? ഹൗ ഡിഡ് യു കാൽക്കുലേറ്റ്? ടെൽ യുവർ ഫ്രണ്ട്സ്. എത്ര ബ്ലോക്സ് ആണ് കൂടുതൽ കിട്ടിയത് നിതയ്ക്കും അജലിനും? എങ്ങനെയാണത് കാൽക്കുലേറ്റ് ചെയ്തത്? 68 മൈനസ് 66. ലാർജ് നമ്പറിൽ നിന്ന് സ്മോൾ നമ്പർ നമ്മൾ സബ്ട്രാക്റ്റ് ചെയ്തു അല്ലേ? അപ്പോൾ എത്രയാണ് ആൻസർ കിട്ടുന്നത്? 2. 2 പോയിൻ്റാണ് നിതയ്ക്കും അജലിനും കൂടുതൽ. വാട്ട് ക്യാൻ ബി ദ നമ്പർ ഓഫ് ബ്ലോക്സ് നിത ആൻഡ് അജൽ ഗെറ്റ്? എത്രയൊക്കെ ആയിരിക്കും നിതയ്ക്കും അജലിനും കിട്ടിയിട്ടുണ്ടാവുക? നമുക്ക് നമ്പർ എത്രയാണ് എന്ന് പറഞ്ഞിട്ടില്ല അല്ലേ? അപ്പോൾ നിതയ്ക്ക് 30, അജലിന് 38 എന്ന് കൊടുക്കാം. വാട്ട് ഐ ഹാവ് ഫൗണ്ട്. ഞാൻ എങ്ങനെയാണ് അത് കണ്ടുപിടിച്ചത്? 30 പ്ലസ് 38. 38നെ 30 പ്ലസ് 8 എന്ന് ഡിവൈഡ് ചെയ്തു അല്ലേ? അപ്പോൾ 30 പ്ലസ് 30 60, 60 പ്ലസ് 8 68. വാട്ട് മൈ ഫ്രണ്ട് ഹാവ് ഫൗണ്ട്. എൻ്റെ ഫ്രണ്ട് എങ്ങനെയാണ് അത് കണ്ടുപിടിച്ചത്? 40 പ്ലസ് 28. 40 പ്ലസ് 20 60, 60 പ്ലസ് 8 68. അങ്ങനെയാണ് എൻ്റെ ഫ്രണ്ട് കണ്ടുപിടിച്ചത്. ഇനി നിങ്ങൾക്കും മറ്റൊരു വഴിയിലൂടെ 68 എന്ന് കണ്ടുപിടിക്കാവുന്നതാണ്. ഇൻ ദ സെക്കൻഡ് ഗെയിം the first team got 48 blocks. Anshid got 4 blocks more than ഹരിത. രണ്ടാമത്തെ കളിയിൽ ആദ്യത്തെ ടീം ആരൊക്കെയാണ്? ഹരിതയും അൻഷിതുമാണ് അല്ലേ? അവർക്ക് 48 ബ്ലോക്സ് ആണ് കിട്ടിയത്. അതുപോലെ തന്നെ അൻഷിദിന് ഹരിതയേക്കാൾ 4 ബ്ലോക്സ് കൂടുതൽ കിട്ടി എന്നും പറയുന്നുണ്ട്. ഹൗ മെനി ബ്ലോക്സ് ഡിഡ് ഹരിത ഗെറ്റ്? എത്രയാണ് ഹരിതയ്ക്ക് കിട്ടിയത്? ഹൗ മെനി ബ്ലോക്സ് ഡിഡ് അൻഷിദ് ഗെറ്റ്? അൻഷിദിന് കിട്ടിയത് എത്രയാണ്? ഹൗ ഡിഡ് യു കാൽക്കുലേറ്റ്? റൈറ്റ് ഇറ്റ് ഡൗൺ. അപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് അത് കാൽക്കുലേറ്റ് ചെയ്തത് എന്ന് താഴെ എഴുതാനും പറഞ്ഞിരിക്കുന്നു. അപ്പോൾ അവർക്ക് എത്രയാണ് കിട്ടിയത്? 48 ബ്ലോക്സ് കിട്ടി. പക്ഷേ രണ്ടുപേർക്കും തുല്യമായിട്ട് ഡിവൈഡ് ചെയ്ത് കൊടുക്കാൻ കഴിയില്ല. കാരണം അൻഷിദിന് ഹരിതയേക്കാൾ 4 എണ്ണം കൂടുതലുണ്ട്. പക്ഷേ രണ്ടുപേരുടെയും ബ്ലോക്സ് അഡീഷൻ ചെയ്ത് നോക്കിയാൽ 48 മാത്രമേ വരാൻ പാടുള്ളൂ. അപ്പോൾ നമുക്കതൊന്ന് ചെയ്ത് നോക്കാം. ആദ്യം നമുക്ക് ചെയ്യേണ്ടത് 48 ആണ് പോയിൻ്റ് എന്ന് പറഞ്ഞു അല്ലേ? അതിൽ നിന്നും അൻഷിദിന് കൂടുതൽ ഉള്ള 4 നമുക്ക് മാറ്റിവെക്കാം. അപ്പോൾ 48 മൈനസ് 4 ഈക്വൽ ടു 44 എന്ന് കിട്ടി. ഇനി ആ 44നെ രണ്ടുപേർക്കും കൂടി സെയിം ആയിട്ട് ഡിവൈഡ് ചെയ്ത് കൊടുക്കാം. ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എത്രയാണ്? ഹരിതയ്ക്ക് 22, അൻഷിദിന് 22 എന്ന് കിട്ടും. ഇനി എന്താണ് ചെയ്യേണ്ടത്? അൻഷിദിന് ഹരിതയേക്കാൾ 4 കൂടുതലുണ്ട് എന്ന് പറഞ്ഞിരുന്നു അല്ലേ? നമ്മൾ നേരത്തെ മൈനസ് ചെയ്ത് വെച്ച ആ ഒരു 4 എടുത്ത് അൻഷിദിൻ്റെ നമ്പറിൽ അഡീഷൻ ചെയ്താൽ മതി. അപ്പോൾ ഹരിതയ്ക്ക് 22, അൻഷിദിന് 22 കൂടാതെ ഹരിതയേക്കാൾ 4 കൂടുതൽ കിട്ടി. അപ്പോൾ എത്രയാണ്? 26. ഇപ്പോൾ ഹരിതയ്ക്ക് 22ഉം അൻഷിദിന് 26ഉം ആഡ് ചെയ്യുമ്പോൾ 48 എന്ന് കറക്റ്റ് ആൻസർ കിട്ടും. 48ൽ 4 10സും അതുപോലെ തന്നെ 8 1സുമാണ് ഉള്ളത്. ദ സെക്കൻഡ് ഗ്രൂപ്പ് ഗോട്ട് 27 ബ്ലോക്സ്. അജൽ ഗോട്ട് 5 ബ്ലോക്സ് ലെസ് ദാൻ നിത. രണ്ടാമത്തെ കളിയിൽ സെക്കൻഡ് ഗ്രൂപ്പിന് 27 ബ്ലോക്സ് ആണ് കിട്ടിയത്. ആരൊക്കെയാണ് ആ ഗ്രൂപ്പിലുള്ളത്? നിതയും അജലുമാണ് അല്ലേ? അജലിന് 5 ബ്ലോക്സ് കുറവാണ് നിതയേക്കാൾ എന്നാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നിതയ്ക്ക് കിട്ടിയ ബ്ലോക്സ് എത്ര? അജലിന് കിട്ടിയ ബ്ലോക്സ് എത്ര?
ഇനി നേരത്തെ പ്രോബ്ലത്തിൽ ചെയ്തതുപോലെ തന്നെ 27 ആണ് ടോട്ടൽ പോയിൻ്റ്. പക്ഷേ അജലിന് കുറവുള്ള ആ 5 നമ്മൾ മാറ്റി വെച്ചു. അപ്പോൾ നമുക്ക് 22 എന്ന് കിട്ടി. ഇങ്ങനെ മാറ്റി വയ്ക്കുന്നത് രണ്ടു പേർക്കും ഈക്വൽ ആയിട്ട് ആദ്യം ഡിവൈഡ് ചെയ്ത് കൊടുക്കാനാണ്. അപ്പോൾ 22 2 ഭാഗമാക്കിയപ്പോൾ എത്രയാണ്? 11 + 11 22 അല്ലേ? ഇനി ആർക്കാണ് കുറവ് എന്ന് പറഞ്ഞിട്ടുള്ളത്? അജലിനാണ് 5 കുറവ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആർക്കായിരിക്കും കൂടുതൽ? നിതയ്ക്ക് 5 കൂടുതലായിരിക്കും എന്നാണ് അർത്ഥം അല്ലേ? അപ്പോൾ എന്തു ചെയ്യണം? നിതയുടെ നമ്പറിൽ 5 കൂടി ആഡ് ചെയ്ത് ചേർക്കണം. അപ്പോൾ നിതയ്ക്ക് ഇപ്പോൾ 16 ആണ് പോയിൻ്റ്. അജലിനേക്കാൾ 5 കൂടുതലാണ് അല്ലേ? തിരിച്ചും പറയാം, അജലിന് നിതയേക്കാൾ 5 പോയിൻ്റ് കുറവാണ് എന്ന്. ഇനി രണ്ടുപേരുടെയും പോയിൻ്റുകളൊന്ന് കൂട്ടി നോക്കൂ. 16 + 11 = 27 അവരുടെ ഗ്രൂപ്പിന് കിട്ടിയ കറക്റ്റ് പോയിൻ്റായി. അപ്പോൾ ആരും കൺഫ്യൂഷൻ ആകേണ്ട ആവശ്യമില്ല. എന്താണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്? എത്രയാണോ കൂടുതൽ അല്ലെങ്കിൽ എത്രയാണോ കുറവ് എന്ന് പറഞ്ഞിരിക്കുന്ന ആ നമ്പർ എടുത്ത് നമ്മുടെ നമ്പറിൽ നിന്ന് മാറ്റി വയ്ക്കുക. എന്നിട്ട് രണ്ടുപേർക്കും തുല്യമായി വീതിച്ചു കൊടുത്ത് അവസാനം ആർക്കാണോ പോയിൻ്റ് കൂടുതലുള്ളത് അവരുടെ നമ്പറുമായി ആ നമ്പർ ആഡ് ചെയ്ത് ചേർത്താൽ മതി. അപ്പോൾ നമുക്ക് കറക്റ്റ് ആൻസർ കിട്ടും. ലെറ്റ്സ് ബൈ സോപ്പ്. മിയ ബോട്ട് 13 സോപ്സ് ഫ്രം നെജുമ. മിയ നെജുമയുടെ കയ്യിൽ നിന്നും 13 സോപ്സ് വാങ്ങി. മോഹിത് ബോട്ട് ഡബിൾ ദാറ്റ് നമ്പർ. മോഹിത് വാങ്ങിയത് മിയ വാങ്ങിയതിൻ്റെ ഡബിൾ നമ്പറാണ്. ഹൗ മെനി സോപ്സ് ഡിഡ് നെജുമ സെൽ? എത്ര സോപ്പാണ് ഇപ്പോൾ നെജുമ വിറ്റത്? ഇനി ബാക്കി നെജുമയുടെ കയ്യിൽ എത്ര സോപ്പ് ഉണ്ട്? ഹൗ ഐ കാൽക്കുലേറ്റഡ്. ഹൗ മൈ ഫ്രണ്ട് കാൽക്കുലേറ്റഡ്. നെജുമയുടെ കയ്യിൽ 50 സോപ്പാണ് ഉള്ളത് അല്ലേ? മിയ വാങ്ങിയത് എത്രയാണ്? 13. മോഹിത് വാങ്ങിയത് 13 + 13 ഡബിളാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? 26. അപ്പോൾ എന്ത് ചെയ്യണം? അപ്പോൾ രണ്ടുപേരും വാങ്ങിയ സോപ്പ് എത്രയാണ് എന്നൊന്ന് നോക്കാം. മിയ വാങ്ങിയത് 13, മോഹിത് വാങ്ങിയത് 26. ടോട്ടൽ വരുന്നത് 39 ആണ് അല്ലേ? 39 സോപ്പാണ് രണ്ടുപേരും കൂടി വാങ്ങിയത്. അപ്പോൾ നെജുമയുടെ കയ്യിൽ നിന്നും വിറ്റുപോയ സോപ്പ് എന്ന് പറയുന്നത് 39 സോപ്പുകളാണ്. ഇനി എൻ്റെ ഫ്രണ്ട് കാൽക്കുലേറ്റ് ചെയ്തത് എങ്ങനെയാണ്? മിയ 10 + 3, മോഹിത്ത് 10 + 3 + 10 + 3. ടെൻസുകൾ മാത്രം കൂട്ടുമ്പോൾ 10, 20, 30. വൺസുകൾ മാത്രം ആഡ് ചെയ്യുമ്പോൾ 3 + 3 6, 6 + 3 9. അപ്പോൾ 30 + 9 39. Soaps should be stacked like this. Draw the picture of 10 soaps stacked like this in your notebook. സോപ്പുകൾ അട്ടിവെച്ചിരിക്കുന്നത് കണ്ടില്ലേ? ഇത് 3 അടുക്കായിട്ടാണ് വെച്ചിരിക്കുന്നത്. നമ്മളോട് എന്താണ് പറഞ്ഞിരിക്കുന്നത്? 10 സോപ്പുകൾ അടുക്കി വെച്ചിരിക്കുന്നത് വരയ്ക്കാനാണ്. കണ്ടില്ലേ? ഇതുപോലെയാകും വരച്ച് ചേർക്കേണ്ടത്. 10 സോപ്പുകളാണ് ഉള്ളത്. How many soaps will be there in 7 stacks like this? What about 10 stacks? How you calculated? നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഇപ്പോൾ ഈ അടുക്കി വെച്ചിരിക്കുന്നത് പോലെ തന്നെ ഇത് 3 അടുക്കാണ് അല്ലേ? അതുപോലെ 7 അടുക്കാക്കി വെച്ചാൽ എത്ര സോപ്പുകൾ ഉണ്ടായിരിക്കും? 10 അടുക്കാക്കി വെച്ചാൽ എത്ര സോപ്പുകൾ ഉണ്ടായിരിക്കും എന്നാണ്. അപ്പോൾ എങ്ങനെയാണ് വയ്ക്കുക? 7 എണ്ണം അടുക്കി വയ്ക്കുകയാണെങ്കിൽ ടോട്ടൽ 28 സോപ്സ് ആണ് ഉണ്ടാവുക. കാരണം ആദ്യം ഒരെണ്ണം വെച്ചു, പിന്നെ 2 എണ്ണം, പിന്നെ 3 എണ്ണം, പിന്നെ 4, പിന്നെ 5, പിന്നെ 6, പിന്നെ 7 അങ്ങനെയാണ് അല്ലേ? അപ്പോൾ ടോട്ടൽ കൗണ്ട് ചെയ്ത് നോക്കുമ്പോൾ 28 കിട്ടും. 10 സ്റ്റാക്സ് ആണെങ്കിലോ 55 സോപ്സ് ആണ് ഉണ്ടാവുക. എങ്ങനെയാണ്? 1 ആദ്യം, പിന്നെ 2, പിന്നെ 3, 4, 5, 6, 7, 8, 9, 10 എന്നിട്ട് എല്ലാം കൂടി കാൽക്കുലേറ്റ് ചെയ്താൽ നമുക്ക് 55 എന്ന് ആൻസർ കിട്ടും. മെൻ്റൽ കാൽക്കുലേഷൻസ്.
Nida's mother gave 45 rupees to buy soap. Nida had 8 rupees. How much is the total? നിതയുടെ അമ്മ ഒരു 45 രൂപ സോപ്പ് വാങ്ങിക്കാനായിട്ട് കൊടുത്തു. നിതയുടെ കയ്യിൽ 8 രൂപ കൂടി ഉണ്ട്. ടോട്ടൽ എത്രയായി എന്നാണ്. അപ്പോൾ നിത കാൽക്കുലേറ്റ് ചെയ്യുന്നത് നോക്കൂ. 8 rupees മീൻസ് 5 rupees ആൻഡ് 3 rupees. 8 രൂപ എന്ന് പറയുന്നത് 5 രൂപയും 3 രൂപയും ചേർന്നതാണ് അല്ലേ? I added 5 rupees to 45 rupees. അപ്പോൾ നിത എന്ത് ചെയ്തു? 45 രൂപ അമ്മ കൊടുത്തിട്ടുണ്ട്. അതിൽ കൂടി 5 രൂപ കൂട്ടി. അപ്പോൾ എത്രയായി? സോ ഇറ്റ് became 50 rupees. അത് 50 രൂപയായി. Then added 3 to 50 rupees and I got 53 rupees. അപ്പോൾ 50 രൂപയായി. ഇനി അതിൻ്റെ കൂടെ ബാക്കിയുള്ള ആ 3 രൂപ കൂടി ചേർത്തപ്പോൾ 53 rupees ആയി. അപ്പോൾ നിത അങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്തത്. ഫ്രണ്ട് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്തത്? 45 + 8. 45 + 8നെ 40 + 5 എന്നാക്കി സ്പ്ലിറ്റ് ചെയ്തു അല്ലേ? 10s ഉം 1s ആക്കി 8 സെപ്പറേറ്റ് എഴുതി. എന്നിട്ട് എന്ത് ചെയ്തു? 40 + 5നെയും 8നെയും ആഡ് ചെയ്തപ്പോൾ 13 എന്ന് കിട്ടി. എന്നിട്ട് 13നെ വീണ്ടും 10s ഉം 1s ഉം ആക്കി 10 + 3 എന്നാക്കി മാറ്റി. കണ്ടില്ലേ? അപ്പോൾ 40 + 10 50, 50 + 3 53. ദിസ് ഈസ് ഹൗ ഐ കാൽക്കുലേറ്റഡ്. ഇങ്ങനെയാണ് ഞാൻ കാൽക്കുലേറ്റഡ് ചെയ്തത് എന്നാണ് ഫ്രണ്ട് പറയുന്നത്. ക്യാൻ യു ആൻസർ? നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ കഴിയുമോ? മദർ പുട്ട് 58 സോപ്സ് ഇൻ എ ബോക്സ്. അമ്മ ഒരു ബോക്സിൽ 58 സോപ്സ് ഇട്ടു. ഐ പുട്ട് 2 മോർ ഇൻ ദാറ്റ് ബോക്സ്. അതുകൂടാതെ ഞാൻ 2 എണ്ണം കൂടുതലിട്ടു. മദർ പുട്ട് 9 അഗെയിൻ. ഹൗ മെനി സോപ്സ് ആർ ഇൻ ദ ബോക്സ് നൗ? അമ്മ 58 സോപ്സ് ഇട്ടു അല്ലേ? അതിൻ്റെ കൂടെ ഈ കുട്ടി 2 എണ്ണം ചേർത്തപ്പോൾ എത്രയായി? 58 + 2 60. വീണ്ടും അമ്മ 9 എണ്ണം കൂടി ഇട്ടു. അപ്പോൾ 60 + 9 69. ഇനി ഫ്രണ്ട് പറയുന്നത് കേൾക്കൂ. 12 rupees ആഡഡ് ടു 3 rupees ഈസ് 15 rupees. 12 rupeesനോട് 3 കൂടി കൂട്ടിയാൽ അത് 15 rupees ആയി അല്ലേ? ഇഫ് 12 rupees ഈസ് ആഡഡ് ടു 8 rupees, ഹൗ മച്ച് വിൽ ഇറ്റ് ബി? അങ്ങനെയാണെങ്കിൽ 12 rupeesനോട് 8 rupees കൂടി കൂട്ടിയാൽ എത്ര രൂപയാകും എന്നാണ് ചോദ്യം. എത്രയാണ്? 12 + 8 = 20 rupees ആണ് ആവുന്നത്. ഹൗ ഐ ഡിഡ് ഇറ്റ് ഇൻ മൈ ഹെഡ്. എങ്ങനെയാണ് ഇത് ചെയ്തത് എന്ന് നോക്കാം. ടിക്ക് ദ വേ യു കാൽക്കുലേറ്റഡ് 28 + 36 ഇൻ യുവർ ഹെഡ്. നമ്മൾ മറ്റൊന്നും ചെയ്യാതെ മനസ്സിൽ കാൽക്കുലേറ്റ് ചെയ്ത് ആൻസർ കണ്ടുപിടിക്കാനാണ് പറയുന്നത്. എത്രയാണ്? 28 + 36 പല വിധത്തിൽ കണ്ടുപിടിച്ചിട്ടുണ്ട്. 20 + 30 = 50. 8 + 6 = 14. ഇനി ആ കിട്ടിയ 50യും അതുപോലെ തന്നെ 14ഉം കൂട്ടി 64 എന്ന് കണ്ടുപിടിച്ചു. അതുപോലെ തന്നെ താഴെ മറ്റ് രീതിയിലൊക്കെ 64 എന്ന ആൻസർ കിട്ടിയിട്ടുണ്ട് അല്ലേ? 28ഉം 36ഉം അഡീഷൻ ചെയ്തപ്പോൾ. റൈറ്റ് യുവർ മെത്തേഡ്. ഇനി നിങ്ങളുടെ മെത്തേഡിൽ ഒന്ന് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ കാൽക്കുലേറ്റ് ചെയ്തത് 20 + 10 + 6. 36നെ 10s ഉം 1s ഉം ആക്കി ആദ്യം. എന്നിട്ട് 28നെയും അതുപോലെ തന്നെ 20 + 4 + 4 എന്ന് 10s ഉം 1s ഉം ആക്കി. എന്നിട്ട് 36 + 20 56. 56 + 4 60. 60 + 4 64. ഇതുപോലെ നിങ്ങളും നിങ്ങളുടെ മെത്തേഡിൽ എഴുതണം. മാനവ് ആൻഡ് അവിന വെൻറ്റ് ടു ദ പാർക്ക് ആൻഡ് സോ ദ പ്രൈസ് ലിസ്റ്റ് അറ്റ് ദ ടീ ഷോപ്പ്. മാനവും അവിനയും പാർക്കിൽ പോയി. അപ്പോൾ അവിടെയുള്ള ഒരു ടീ ഷോപ്പിൽ നിന്ന് പ്രൈസ് ലിസ്റ്റ് നോക്കുകയാണ്. അവിന സെഡ്, ഐ ഹാവ് 40 rupees. എൻ്റെ കയ്യിൽ 40 രൂപയുണ്ട്. വാട്ട് ഓൾ തിങ്സ് ക്യാൻ ബി ബോട്ട് വിത്ത് ഇറ്റ്. 40 രൂപ കൊണ്ട് എന്തൊക്കെ വാങ്ങിക്കാം? അപ്പോൾ പറയുകയാണ്, ഐ വിൽ ഗെറ്റ് ജ്യൂസ്,
ടീ ആൻഡ് കൊഴുക്കട്ട. ജ്യൂസും കിട്ടും, ടീയും കിട്ടും, കൊഴുക്കട്ടയും കിട്ടും. എത്രയാണ് ജ്യൂസിന്? 20 റുപ്പീസാണ്. ടീ 10, കൊഴുക്കട്ട 10. 20 + 10 + 10 40 റുപ്പീസായി അല്ലേ? അപ്പോൾ ഫ്രണ്ട് പറയാണ് 4 റുപ്പീസ് ഫോർ ടീ വി ക്യാൻ ഗെറ്റ്. 40 രൂപയ്ക്ക് നമുക്ക് കിട്ടും. എന്തൊക്കെ കിട്ടും? പിസ്സ, സമൂസ ആൻഡ് ടീ. കാരണം പിസ്സയ്ക്ക് 22 റുപ്പീസാണ്. സമൂസ 8 റുപ്പീസ്. 22 + 8 30. ടീ 10 റുപ്പീസാണ്. 30 + 10 40. Avina went for a car race after the swing. How many rupees for both? അങ്ങനെ പാർക്കിൽ ചെന്നപ്പോൾ അവിന സ്വിങ്ങിലും അതുപോലെ തന്നെ കാർ റേസിനും പോയി. സ്വിങ് ഊഞ്ഞാലാടാൻ 25 റുപ്പീസും കാർ റേസിന് 28 റുപ്പീസുമാണ്. അപ്പോൾ രണ്ടിനും കൂടി എത്ര രൂപയാകും? എത്രയാണ്? 25 + 28. ഹൗ ഡിഡ് യു കാൽക്കുലേറ്റ്? എങ്ങനെയാണത് കാൽക്കുലേറ്റ് ചെയ്തത്? 53 റുപ്പീസ് ആകും. എങ്ങനെയാണ്? 25 എന്ന് പറയുമ്പോൾ 20 + 5. 28 എന്ന് പറയുമ്പോൾ 20 + 5 + 3. അങ്ങനെ ടെൻസും വൺസും ആക്കി. ഇനി ടെൻസ് ആഡ് ചെയ്യാം. 20 + 20 40. 40 + 5 45. 45 + 5 50. 50 + 3 53. Here are the numbers written on the number board. Fill in the empty cells. ഒരു നമ്പർ ബോർഡ് നോക്കൂ. 10, 30, 40, 50, 70, 80, 90 എന്ന് എഴുതിയിട്ടുണ്ട്. ഇനി നമുക്ക് ആഡ് ചെയ്യേണ്ട നമ്പേഴ്സ് മുകളിലുണ്ട്. കണ്ടില്ലേ? +3, +5, +8, +9. അപ്പോൾ ഈ ടെൻസിനെ ആ നമ്പേഴ്സുമായിട്ടാണ് നമ്മൾ ആഡ് ചെയ്യേണ്ടത്. 10 + 3 13 എന്ന് എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ 30 + 5 35. 50 + 8 58 എന്നും തന്നിട്ടുണ്ട്. പിന്നെ എന്താണ് ആ കുട്ടി പറയുന്നത്? 40 + 8 48 ഇൻ ദ കളേർഡ് സെൽ. 40 + 8 48 എന്നുള്ളത് ആ കളർ ബോക്സിലാണ് എഴുതേണ്ടത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ബാക്കിയുള്ളത് കൂടി ഒന്ന് അഡീഷൻ ചെയ്ത് നോക്കാം. കണ്ടില്ലേ? 10 + 3 13, 10 + 5 15, 10 + 8 18, 10 + 9 19, 30 + 3 33, 30 + 5 35, 30 + 8 38, 30 + 9 39. അതുപോലെ തന്നെ 40യുടെ കൂടെ 3 5 8 9 ഇതൊക്കെ ആഡ് ചെയ്തപ്പോൾ കിട്ടിയ ആൻസേഴ്സ് ആണ്. അതുപോലെ തന്നെ 50 + 3 53, 50 + 5 50 + 8 50 + 9 ഇതൊക്കെ നമ്മൾ ആഡ് ചെയ്ത് നോക്കിയപ്പോൾ കിട്ടിയ ആൻസറാണ് ഇതെല്ലാം. അതുപോലെ തന്നെ ബാക്കിയുള്ള 70യുടെ കൂടെയും 80യുടെ കൂടെയും 90യുടെ കൂടെയും ഒക്കെ ആഡ് ചെയ്തപ്പോൾ നമുക്ക് ആ ടേബിൾ കംപ്ലീറ്റ് ആയി കിട്ടി. കണ്ടില്ലേ? ആ കുട്ടി പറഞ്ഞതുപോലെ തന്നെ കളർ ചെയ്ത ബോക്സിൽ വന്നിരിക്കുന്നത് 48 എന്ന നമ്പറാണ്. ഫ്രം ദ സ്കൂൾ സ്റ്റോർ Avina bought 2 books for 24 rupees and 23 rupees. Manav bought 2 books for 32 rupees and 16 rupees. സ്കൂൾ സ്റ്റോറിൽ നിന്ന് അവിന 2 ബുക്ക് വാങ്ങി. 24 റുപ്പീസിനും 23 റുപ്പീസിനും. അതുപോലെ തന്നെ മാനവും 2 ബുക്ക് വാങ്ങി 32 റുപ്പീസ് ആൻഡ് 16 റുപ്പീസ്. അവിന പർച്ചേസ് ചെയ്തത് 23 + 24 47 റുപ്പീസിനും മനു പർച്ചേസ് ചെയ്തത് 32 + 16 48 റുപ്പീസിനുമാണ്. അപ്പോൾ അവിന 47നും മനു 48നും. ആരാണ് കൂടുതൽ പർച്ചേസ് ചെയ്തത്? മനു ആണ് അല്ലേ? 48 റുപ്പീസിന്. ഹൗ മച്ച് മോർ? എത്ര കൂടുതലാണ്? അപ്പോൾ 48 - 47 1 റുപ്പീസ് കൂടുതലാണ് മനു പർച്ചേസ് ചെയ്തത്. കളർ ദ ബലൂൺസ്. ബലൂൺസ് വിത്ത് ഈക്വൽ സംസ് ഷുഡ് ഹാവ് ദ സെയിം കളർ. കുറച്ച് ബലൂൺസ് തന്നിട്ടുണ്ട്, അതിനുള്ളിൽ നമ്പേഴ്സും ഉണ്ട് അല്ലേ? അപ്പോൾ ഓരോ നമ്പറും കൂട്ടി നോക്കി സെയിം ആൻസർ വരുന്ന ബലൂണിന് ഓരോ കളർ കൊടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്കൊന്ന് ആഡ് ചെയ്ത് നോക്കാം. ഏതൊക്കെ നമ്പേഴ്സാണുള്ളത്? 46 + 46, 28 + 17, 22 + 48, 35 + 35, 30 + 15, 80 + 12,
39 plus 53, 19 plus 26, 53 plus 17 ഇതൊക്കെയാണ്. അപ്പോൾ ഓരോ നമ്പറിനും കിട്ടിയ ആൻസേഴ്സ് ഇതൊക്കെയാണ്. 46 plus 46, 92, 28 plus 17, 45, 22 plus 48, 70, 35 plus 35, 70, 39 plus 53, 92, 80 plus 12, 92, 19 plus 26, 45, 53 plus 17, 70, 30 plus 15, 45 ഇതൊക്കെയാണ് ആൻസറായിട്ട് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ 3 ആൻസറാണ് കിട്ടിയിട്ടുള്ളത്. 9 എണ്ണമാണുള്ളത്. 3 എണ്ണത്തിനും 3 ആൻസർ വീതം. 92, 45, 70 ഇതാണ് കിട്ടിയിരിക്കുന്നത്. 3 എണ്ണത്തിന് 92 കിട്ടി. അപ്പോൾ അതിന് സെയിം കളർ കൊടുത്തു ബലൂണിന്. അതുപോലെ തന്നെ 45 ഉള്ളതിനും സെയിം കളർ, 70 വന്നതിനും സെയിം കളർ. ഞാനിവിടെ കൊടുത്തിരിക്കുന്നത് റെഡ്, ബ്ലൂ, ഗ്രീൻ ആണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ ബലൂണിന് കൊടുക്കാം. ലെറ്റ്സ് ആഡ് ആൻഡ് ഫൈൻഡ് ഔട്ട്. റൈറ്റ് ദ സംസ് ഇൻ ദ സെൽസ്. ഓരോ സെൽസിലും ആഡ് ചെയ്തിട്ട് അതിൻ്റെ ആൻസർ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. കണ്ടില്ലേ? 38 സെൻറ്ററിലായിട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ എബവ് മുകളിലായിട്ട് 22 ആഡ് ചെയ്യാനും ബിലോ 18 ആഡ് ചെയ്യാനുമാണ് പറഞ്ഞിരിക്കുന്നത്. ലെഫ്റ്റ് സൈഡിൽ 46 ആൻസർ കിട്ടിയിട്ടുണ്ട്. എങ്ങനെയാണ് കിട്ടിയിരിക്കുന്നത്? 38ൻ്റെ കൂടെ 8 ആഡ് ചെയ്തപ്പോൾ. ഇനി റൈറ്റ് സൈഡിൽ നമ്മളോട് 12 ആഡ് ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുമുണ്ട്. ഇനി അടുത്തത് തന്നിരിക്കുന്നത് 75 ആണ് അല്ലേ? 75നോട് 18 ആഡ് ചെയ്യണം, 23 ആഡ് ചെയ്യണം, 15 ആഡ് ചെയ്യണം, 25 ആഡ് ചെയ്യണം. അപ്പോൾ നമുക്കതൊന്ന് ആഡ് ചെയ്ത് നോക്കാം. 38നോട് മുകളിൽ 22 കൂട്ടിയപ്പോൾ എത്രയാണ് ആൻസർ കിട്ടിയത്? 60 എന്ന ആൻസർ കിട്ടി. അതുപോലെ തന്നെ റൈറ്റ് സൈഡിൽ 12 കൂട്ടി അല്ലേ? അപ്പോൾ 50 എന്ന ആൻസർ കിട്ടി. അതുപോലെ തന്നെ ബിലോ താഴെ 18 കൂട്ടിയപ്പോൾ 56 എന്ന ആൻസർ കിട്ടി. ഇനി 75 എന്നുള്ളത് നോക്കൂ. 18 ആഡ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നു. 75 പ്ലസ് 18, 93 എന്നാണ് ആൻസർ കിട്ടിയത്. അതുപോലെ തന്നെ റൈറ്റ് സൈഡിൽ 75 പ്ലസ് 25 ആഡ് ചെയ്തപ്പോൾ എത്രയാണ്? 100. ഇനി താഴെ 75 പ്ലസ് 23, 98 ആൻസർ കിട്ടി. അതുപോലെ തന്നെ ലെഫ്റ്റ് സൈഡിൽ 75ൻ്റെ കൂടെ 15 ആഡ് ചെയ്തപ്പോൾ 90 എന്നാണ് ആൻസർ കിട്ടിയിരിക്കുന്നത്. Add the numbers in the cells of the same color and write them in the middle cell. ഓരോ സെല്ലിലുള്ള നമ്പേഴ്സ്, അതായത് സെയിം കളറുള്ള സെല്ലുകൾ തമ്മിൽ ആഡ് ചെയ്ത് സെൻറ്ററിൽ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആദ്യത്തേത് നോക്കാം. 45 പ്ലസ് 23 ഗ്രീൻ കളറിലുള്ളത് ഒന്ന് ആഡ് ചെയ്ത് നോക്കാം. അതിനുശേഷം 39 പ്ലസ് 29 അതും ആഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് എത്രയാണ് ആൻസർ ലഭിക്കുന്നത്? 68 ആണ് ആൻസർ ലഭിക്കുന്നത്. രണ്ടിൻ്റെയും ആൻസർ ഒന്ന് തന്നെയാണ്. അതുകൊണ്ട് ഒരു കോളത്തിൽ തന്നെ നമുക്ക് 68 എന്ന് എഴുതാം. ഇനി അടുത്തത് നോക്കൂ. 44 പ്ലസ് 38, 26 പ്ലസ് 56 രണ്ടും ആഡ് ചെയ്താൽ എത്ര കിട്ടും? 82 ആണ് രണ്ടിനും ആൻസർ കിട്ടുന്നത്. അപ്പോൾ നമുക്ക് സെൻറ്ററിൽ 82 എന്ന് എഴുതി ചേർക്കാവുന്നതാണ്. Write 2-digit numbers in the colored cells as above. Add those numbers and write them in the middle cell. ഇപ്പോൾ നമ്മൾ മുകളിൽ ചെയ്തതുപോലെ തന്നെ സെയിം കളറിലുള്ള സെൽസ് കൂട്ടി അതിൻ്റെ ആൻസർ സെൻറ്ററിൽ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 2 എക്സാമ്പിൾ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കതൊന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ ആദ്യത്തെ കോളത്തിൽ നമുക്ക് ബ്ലൂ കളറിൽ 25ഉം 50യും ആഡ് ചെയ്ത് നോക്കാം. 25 പ്ലസ് 50, 75. അതുപോലെ തന്നെ ആ ഓറഞ്ച് കളറിൽ 60 പ്ലസ് 15 എന്ന് കൊടുക്കാം. അപ്പോഴും 75 എന്ന് കിട്ടും. അടുത്ത കോളത്തിൽ നമുക്ക് യെല്ലോ കോളത്തിൽ 35 പ്ലസ് 15, 35 പ്ലസ് 15 എത്രയാണ്? 50 അല്ലേ? അതുപോലെ തന്നെ ബ്ലൂ കോളത്തിൽ 40 പ്ലസ് 10 അപ്പോഴും ആൻസർ ലഭിക്കുന്നത് 50 എന്ന് തന്നെയാണ്. മാത്ത് ബോർഡ് ഗെയിംസ്. കുറച്ച് നമ്പേഴ്സ് തന്നിരിക്കുന്നു അല്ലേ? ലൈൻസ് കണക്റ്റ് ചെയ്തിട്ടുമുണ്ട്. ഏതൊക്കെയാണ്? 32, 34,
30, 47, 10, 12, 64, 24, 20, 24, 18, 81 ഇതൊക്കെയാണ് തന്നിരിക്കുന്നത്. ഫൈൻഡ് ദ സം ഓഫ് കണക്റ്റഡ് നമ്പേഴ്സ്. ഇങ്ങനെ കണക്റ്റ് ചെയ്ത് തന്നിരിക്കുന്ന നമ്പേഴ്സിൻ്റെ ടോട്ടൽ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. 32 + 34 എത്രയാണ് ആൻസർ കിട്ടുന്നത്? 66 ആണ് ആൻസർ കിട്ടുന്നത്. റൈറ്റ് ദ സംസ് ഹിയർ. ബാക്കിയുള്ളതിൻ്റെ ടോട്ടൽ കൂടി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആദ്യം എല്ലാം ഒന്ന് ആഡ് ചെയ്ത് നോക്കാം. 32 + 34 66, 30 + 47 77, 18 + 81 99, 10 + 12 22, 64 + 24 88, 20 + 24 44 ഇതൊക്കെയാണ് ആൻസർ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ തന്നിരിക്കുന്ന ആ നമ്പേഴ്സ് നമുക്കിവിടെ എഴുതി ചേർക്കാം. 22, 44, 66, 77, 88, 99. Is there any special about these numbers? Write it down. എന്തെങ്കിലും സ്പെഷ്യാലിറ്റി ഉണ്ടോ ഈ നമ്പേഴ്സിന്? ഉണ്ട് അല്ലേ? വൺസ് പ്ലേസിലും ടെൻസ് പ്ലേസിലുമുള്ള നമ്പർ എന്ന് പറയുന്നത് സെയിം ആണ്. വാട്ട് ആർ ദ അതർ 2 ഡിജിറ്റ് നമ്പേഴ്സ് ലൈക്ക് ദിസ്? ഇതുപോലുള്ള 2 ഡിജിറ്റ് നമ്പേഴ്സ് എഴുതാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എഴുതി നോക്കാം. 21 + 12 33, 14 + 41 = 55. ഈ രണ്ട് നമ്പേഴ്സിലും ടെൻസ് പ്ലേസിലും വൺസ് പ്ലേസിലുമുള്ള നമ്പേഴ്സ് സെയിം ആണ് അല്ലേ? ഹൗ മെനി 2 ഡിജിറ്റ് നമ്പേഴ്സ് ആർ ദർ വിത്ത് ദ സെയിം ഡിജിറ്റ്സ് റിപ്പീറ്റഡ്? ഇങ്ങനെ ആവർത്തിച്ച് വരുന്ന 2 ഡിജിറ്റ് നമ്പേഴ്സ് എത്രയുണ്ട് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എത്രയാണുള്ളത്? 9. ഏതൊക്കെയാണ്? 11, 22, 33, 44, 55, 66, 77, 88, 99 ഇതൊക്കെയാണ് ആ 9 എണ്ണം. Okay dears, study well. See you in next class. Thank you.